Hello everyone, welcome back to our channel A Pinch of Love by Lakshmi. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനൊരു ഫേസ് പാക്ക് ആയിട്ട് വന്നിരിക്കാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ചീവീടിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് കേൾക്കട്ടോന്നറിയില്ല, ഇവിടെ നല്ല ശബ്ദം കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു ഫേസ് പാക്ക് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് റോസ് പെറ്റൽ പൗഡർ വെച്ചിട്ടുള്ളൊരു ഫേസ് പാക്ക് ആട്ടോ. ഇത് ഓയിലി സ്കിന്നുകാർക്കൊക്കെ അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്ക് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കണുകൾ പ്രസ് ചെയ്താൽ ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. കൂടാതെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നല്ല ഒച്ച. നമ്മുടെ ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് റോസ് പെറ്റൽ പൗഡർ ആണ്. ഞാനൊരു 3/4 ടീസ്പൂണോളം ഉള്ള പെറ്റൽ പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത് സോറിച്ച് ഓർഗാനിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ റോസ് പെറ്റൽ പൗഡർ ആണ്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്, നല്ല പാക്കേജിങ് ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ സെക്കൻഡായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ ബേസൻ അല്ലെങ്കിൽ കടലപ്പൊടി ആട്ടോ. എന്നിട്ട് ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് പാലാണ്. പാല് നമുക്ക് പച്ചയായ പാലോ അല്ലെങ്കിൽ തൈരായാലും നമുക്ക് ചേർക്കാവുന്നതാട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കണം. ഇതൊന്ന് പേസ്റ്റ് ആയിട്ട് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊരു കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പാല് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം റോസ് വാട്ടറും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇതല്ല ഏത് പാക്ക് ഉപയോഗിക്കുമ്പോഴും അങ്ങനെ തന്നെയാട്ടോ. എന്നിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കണം, നല്ല കട്ടിയിൽ തന്നെ പുരട്ടി കൊടുക്കണം കേട്ടോ. ഈ ഒരു മിക്സ് ഒരു ലാവൻഡർ കളറിലാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു സ്മെല്ലും ഉണ്ട്, നല്ല റോസിൻ്റെ നല്ല മൈൽഡായിട്ടുള്ള സ്മെല്ലും ഈ ഒരു ഫേസ് പാക്കിനുണ്ട്. റോസ് പെറ്റൽ പൗഡറിൽ ഒരുപാട് വൈറ്റമിൻ സി, ബി, കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയി ആയിട്ടിരിക്കാനായിട്ട് ഡെയിലി യൂസേജിന് നമുക്ക് ഈ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റോസ് പെറ്റൽ ഒരു നാച്ചുറൽ എക്സ്ഫോലിയേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡേർട്സ് എല്ലാം കളയാനും നമ്മുടെ പോസ് എല്ലാം ക്ലിയർ ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആണ്, കാരണം എക്സസ് ആയിട്ടുള്ള ഓയിൽസ് കളയാനായിട്ട് ഈ ഒരു പൗഡറിന് പറ്റുന്നതാണ്. ഈവൻ സ്കിൻ ടോൺ, പിഗ്മെൻറ്റേഷൻ, pH ലെവൽ ബാലൻസ് ചെയ്യാനെല്ലാം റോസ് പെറ്റൽ പൗഡർ അടിപൊളിയാണ്. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ റോസ് വാട്ടർ ടോണറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ റോസ് പെറ്റൽ പൗഡറിൻ്റെ ഫേസ് പാക്ക് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം മാറാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന റിങ്കിൾസും ഫൈലൈൻസും എല്ലാം മാറാൻ സഹായിക്കും. കൂടാതെ മുഖക്കുരു വരാതിരിക്കാനും സ്കിൻ നല്ല ലൈറ്റൻ ചെയ്യാനും ഈ ഒരു ഫേസ് പാക്കിന് കഴിയും കേട്ടോ. ഒരു 10 മിനിറ്റ് ഉണക്കാൻ വച്ച ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഫസ്റ്റ് യൂസ് ചെയ്തതിന് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് വരും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം ഇത് 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. സോ സമയമെടുത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ റോസ് പെറ്റൽ പൗഡറിന്റെ ബെനിഫിറ്റ്സും അതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമന്റ് ബോക്സിൽ അറിയിച്ചോളൂ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.